ശരി ശരി നമുക്ക് നോക്കാം. ശരി വക്കീലെ, എൻ്റെ ഒരു ക്ലയൻറ്റാണ് ഇപ്പോൾ വിളിച്ചത്. അവരവരുടെ വിദ്യാഭ്യാസ സമയത്ത് അഫെയറിലായിരുന്നു. സോ അവരവരുടെ മാരേജ് അങ്ങ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് അങ്ങ് പോയി. ഇപ്പോൾ കരിയറൊക്കെ അങ്ങ് ആയപ്പോഴത്തേക്കും അവർക്ക് ഈ മാരേജുമായിട്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ല. അവരെൻ്റെ അടുത്തൊരു ഡിവോഴ്സാണ് ആവശ്യപ്പെടുന്നത്. നമുക്കൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരിക്കുമല്ലേ ഇവിടെ ബെറ്റർ ചോയ്സ്? എന്താണ് വക്കീലിൻ്റെ അഭിപ്രായം? അവർ കല്യാണം കഴിച്ചതിന് ശേഷം അതൊരു മാരേജ് രജിസ്റ്റർ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഒരുമിച്ച് താമസിക്കാനൊന്നും താമസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മാരേജ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിക്കാം. എങ്ങനെ? അവർ ഈ മാരേജ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭാര്യാഭർത്താക്കന്മാരായി താമസിച്ചിട്ടില്ല എന്ന പേരിൽ ഒരു അഫിഡവിറ്റ് കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം വേണമെങ്കിൽ ഈ മാരേജ് റദ്ദാക്കി നിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സിംഗിൾ സ്റ്റാറ്റസ് ഇല്ലാണ്ടാവില്ല, ഇവർക്കൊരു ഡിവോഴ്സ് ചെയ്യുന്നൊരു ലേബലും കിട്ടില്ല. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വഴി. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ? അതെ, ബാക്കി ഒന്ന് നോക്കി നോക്കാം.